ഇടക്കൊച്ചിയിലും തോപ്പുംപടിയിലും പുതിയ ടെർമിനലുകൾ ആരംഭിക്കുകയാണ്. കടമക്കുടിയിലെ ടെർമിനൽ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ആ ടെർമിനൽ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ എറണാകുളം, തോപ്പുംപടി, മട്ടാഞ്ചേരി, കുമ്പളം, ഇടക്കൊച്ചി എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പുതിയ ജലാഗത സംവിധാനം രൂപം കൊണ്ടു. അപ്പോൾ അതൊരു വാട്ടർ സർക്യൂട്ടായി മാറുകയും ചെയ്യും. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊച്ചി വാട്ടർ മെട്രോ ടെർമിനൽ നിർമ്മിക്കുന്നതിനായി 22 സെന്റ് സ്ഥലം വാരാപ്പുഴ അതിരൂപത സംഭാവന ചെയ്തതാണ്. അവരോട് കേരള ജനതയുടെ ആകെ നന്ദി ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. നാടിൻ്റെ വികസനത്തിനായി സർക്കാരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഭൂമി സംഭാവന നൽകുകയാണ് വാരാപ്പുഴ അതിരൂപത ചെയ്തിരിക്കുന്നത്. ഈ വിശ്വാസ്യത സർക്കാർ ആത്മാർത്ഥതയിലൂടെ, കാര്യപ്രാപ്തിയിലൂടെ ആർജിച്ചെടുത്തതാണ് എന്ന് സൂചിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം പല മേഖലകളിൽ നല്ല രീതിയിൽ ഉയർന്നു വന്നൊരു ഘട്ടമാണിത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നടക്കില്ല, ഇങ്ങനെയായിപ്പോയി നാട് എന്ന് പൊതുജനങ്ങൾ കരുതിയിരുന്ന പല പദ്ധതികളും ഇപ്പോൾ യാഥാർത്ഥ്യമായി എന്താണ് വസ്തുത. നാടിൻ്റെ വികസനം എന്നത് ഒരു പൊയ്വാക്കല്ല എന്ന വിശ്വാസം ജനങ്ങൾക്കാകെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വികസന കാര്യങ്ങളിൽ സർക്കാരുമായി സഹകരിക്കാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് കൊച്ചി വാട്ടർ മെട്രോ ടെർമിനലിന് വേണ്ടി വാരാപ്പുഴ അതിരൂപത സ്ഥലം വിട്ടുതന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. വാട്ടർ മെട്രോയുടെ തുറന്നുള്ള ഘട്ടങ്ങൾ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമാണെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്ന നഗരമാണ് കൊച്ചി. കൊച്ചിയിലും കൊച്ചിക്ക് ചുറ്റുമുള്ള 10 ദ്വീപുകളിലും കാര്യമായ ജനവാസവുമുണ്ട്. ദ്വീപുകളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിനും ഉപജീവനത്തിനും ഉൾപ്പെടെ ഏത് പ്രധാന കാര്യത്തിനും കൊച്ചി നഗരവുമായി നിരന്തരം ബന്ധപ്പെടേണ്ടതുണ്ട്. അതിനാണ് ഇത് ഉപകരിക്കുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള വികസനം, കൊച്ചി മെട്രോ വികസനം എല്ലാം ഇതോടൊപ്പം നല്ല രീതിയിൽ നടപ്പാക്കി വരികയാണ്. ഇൻഫോ പാർക്ക് വികസനം ലക്ഷ്യമിട്ട് 300 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. അമ്പലമുകളിൽ 1200 കോടി രൂപയുടെ പെട്രോ കെമിക്കൽ പാർക്ക് നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. ഇതിനകം തന്നെ പല സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇതിനു പുറമെ വലിയ തോതിലുള്ള മറ്റ് പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.